ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറാഷണൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്നത്. P/Q രൂപത്തിൽ അഥവാ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന രൂപത്തിൽ എഴുതാൻ കഴിയാത്ത നമ്പറുകളെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഇറാഷണൽ നമ്പേഴ്സിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാൻ സാധ്യമല്ല എന്നതുപോലെ തന്നെ ഇതിനെ ഒരു ഫൈനൈറ്റ് ഡെസിമൽ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ബോർഡിൽ 5 ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഞാൻ ആദ്യമായി എഴുതിയത് റൂട്ട് ആണ്. ആദ്യമായി കണ്ടെത്തിയിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സ് റൂട്ട് തന്നെയാണ്. നോക്കൂ, ഇതിന്റെ ഡെസിമൽ 1.41421356. തുടർന്ന് അങ്ങോട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലേസസിൽ ഇതിന്റെ വാല്യൂ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഈ ഡെസിമലിന്റെ പ്രത്യേകത, ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, അഥവാ ഇതിന് എൻഡില്ല. അതേപോലെ ഇത് റിപ്പീറ്റഡും അല്ല. നോക്കൂ, ഇതിലെ പ്ലേസസിൽ ഒന്നും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സീക്വൻസ് ഫോർമാറ്റിലല്ല ഇത് വരുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് അല്ലാത്ത, നോൺ ടെർമിനേറ്റിംഗ് അല്ലാത്ത ഒരു ഡെസിമൽ ആയിരിക്കും നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ എഴുതിയ ഈ പൈ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഇറാഷണൽ നമ്പറാണ് പൈ. എന്താണ് പൈ? ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിനെ അതിന്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പറാണ് പൈ എന്ന് പറയുന്നത്. എല്ലാ സർക്കിളിന്റെയും സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുക ഈ 3.14 ആയിരിക്കും. നോക്കൂ, നമ്മൾ നോർമലി പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ 3.14 എന്നാണ് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ 22/7 എന്ന ഫ്രാക്ഷൻ ആണ് എടുക്കാറുള്ളത്. ഇത് ഒന്നും തന്നെ എന്തല്ല പൈയുടെ ആക്ച്വൽ വാല്യൂ അല്ല, ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇന്ന് ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഈ പൈയുടെ എക്സ്പാൻഷൻ നടത്തിയപ്പോ ട്രില്യൺ കണക്കിന് ഡിജിറ്റുകൾ, മില്യൺ അല്ല ട്രില്യൺ കണക്കിന് ഡിജിറ്റുകൾ ആവർത്തിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ആ കണ്ടിന്യൂഷനിൽ തന്നെ ആവർത്തിക്കുകയല്ല, കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. കണ്ടിന്യൂ ചെയ്ത് പോയാൽ തന്നെ ഇതിനൊരു എൻഡില്ല, ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്. അതേപോലെ ഇ എന്ന് പറയുന്ന ഒരു നമ്പർ ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. എന്താണ് ഈ എക്സ്പോണൻഷ്യൽ നമ്പർ e⁻x എന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഇ എന്ന് പറയുന്നത് യൂളേഴ്സ് നമ്പർ ആണ്. യൂളർ എന്ന മാത്തമാറ്റീഷ്യൻ ആണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2.7182. പിന്നെ അങ്ങോട്ട് തുടർന്ന് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാതെ എന്നാൽ ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ഡെസിമൽ ആണത്. അതേപോലെ തന്നെ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്ന മറ്റൊരു ഇറാഷണൽ നമ്പറാണ് പൈ. ഇതിന്റെയും വാല്യൂ 1.6180. അങ്ങനെ അതങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് P/Q രൂപത്തിൽ എഴുതാൻ കഴിയാത്തതും ഒരു ഫൈനൈറ്റ് ഡെസിമൽ വാല്യൂ ഇല്ലാത്തതുമായ വാല്യൂസ് അടങ്ങിയിട്ടുള്ള ഡെസിമൽസിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇറാഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇറാഷണൽ നമ്പേഴ്സിലെ ഒന്നാമത്തെ അഡീഷൻ, ഇപ്പോ √2 + √3 നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഓരോ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതിന്റെ സമ്മ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. അതേപോലെ √3 - √2 ഇതൊരു ഇറാഷണൽ ആണ്, മറ്റൊരു ഇറാഷണൽ ആണ്, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. ഇത് ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. എന്നാൽ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഇപ്പൊ നമ്മൾ √2 × √3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ഇതിനെ ഒരൊറ്റ റൂട്ടിനുള്ളിൽ √2 × 3 =√6 എന്ന് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. അതേപോലെ √2/√3 എന്നാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം, ഒരു റൂട്ടിനുള്ളിൽ എഴുതാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, P/Q എന്ന രൂപത്തിൽ റൂട്ടിനുള്ളിൽ P/Q എന്നാലോ √P/Q, where P and Q are integers, Q not equal to 0. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, നമ്മൾ സാധാരണ പറയും സേഡ് എന്ന് പറയും. നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് സേഡ്. എന്താണ് സേഡ്? എ റാഷണൽ നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം √P/Q, where Q not equal to 0 and P and Q are integers. ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്താ പറയാ, സേഡ്സ് എന്ന് പറയും. ഈ സേഡിൽ നമുക്ക് സിമ്പിൾ സേഡ്സ് ഉണ്ട്, മിക്സഡ് സേഡ്സ് ഉണ്ട്, അങ്ങനെ അതിനെ കുറിച്ച് ധാരാളം
കാര്യങ്ങൾ നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കും. ഏതായിരുന്നാലും നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലുള്ളൂ, അഡീഷനും സബ്ട്രാക്ഷനും സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ് എപ്പോ. അപ്പൊ നമ്മൾ നോക്കൂ, √2 + 2√2 ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് 1√2 ആണ്, ഇത് 2√2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 3√2 എന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഇത് ഒരേ ലൈക്കാണ്, ഒരേ ഇറാഷണൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. എന്നാൽ അൺലൈക്ക് വരുന്ന കേസിൽ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ കഴിയില്ല. ഇത് രണ്ടും അൺലൈക്ക് ആണ്, ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ കഴിയില്ല. ഇതേപോലെ തന്നെയാണ് സബ്ട്രാക്ഷന്റെ കേസിൽ. ഇപ്പൊ 5√3 - 3√3 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 5ൽ നിന്ന് തീരുമാനിച്ചാൽ ഇത് നമുക്ക് 2√3 എന്ന് എഴുതാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് √2 ഇപ്പൊ നമ്മൾക്ക് ഇതിനെ ഒരു ഇറാഷണൽ പവർ ആക്കി എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, √2 × √2 ആണ്. അതായത് √2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ √2 × √2 എത്ര ആയിരിക്കും, 2 ആയിരിക്കും. ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ എന്താണ്, 2√2. അങ്ങനെ ഇറാഷണൽ നമ്പേഴ്സിനെ പവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ √2 - 2 എന്ന് വന്നാലോ, നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാലോ നമുക്ക് എന്ത് ചെയ്താൽ അതിനെ 1/√2 × 1/√2 × 1/√2, അതായത് ഈ √2ന്റെ റെസിപ്രോക്കൽ ഇതാണ് ഇതിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1/2√2 എന്ന് ആൻസർ കിട്ടും. ഇതാണ് √2 - 2. ഇങ്ങനെ പോസിറ്റീവ് പവേഴ്സും നെഗറ്റീവ് പവേഴ്സും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതേപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലുള്ള ബേസിക് ഓപ്പറേഷനുകൾ വെച്ചിട്ടും അതേപോലെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ബേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാറുള്ളത്.